നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങൾ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു അപ്പോളജി പ്രതീക്ഷിക്കാമോ? അപ്പോളജി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളോട് ക്ഷമ ചോദിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? കേട്ടോ, അതാണ്. അത് ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേറ്റീവ് ആയിക്കോട്ടെ, ഫാമിലിയിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അച്ഛൻ, അമ്മ, മക്കൾ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലിരിക്കുന്നവർ തമ്മിൽ നിങ്ങൾക്ക് ആ പേഴ്സണിൽ നിന്ന് ഒരു അപ്പോളജി പ്രതീക്ഷിക്കാമോ? ഇതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 3 കളേഴ്സാണ് ബ്ലൂ, ബ്രൗൺ, പിങ്ക്. കേട്ടോ, ബ്ലൂ, ബ്രൗൺ, പിങ്ക്, ഈ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ നോക്കുക അവരുടെ ആ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും, അതുകൊണ്ടുണ്ടാവുന്ന ഔട്ട്കം എന്തായിരിക്കും. കേട്ടോ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഞാൻ ആദ്യം ബ്ലൂ എടുക്കാൻ പോവുകയാണ്. ബ്ലൂവിൻ്റെ റീഡിങ്ങിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ബുൾ, നന്ദി വെച്ചാൽ ഇത് ശിവഭഗവാന്റെ കാളയാണ്, യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ആനിമൽ. അപ്പോൾ ഈ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് എന്ന് വെച്ചാൽ കുതിരകൾ. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില അക്ബർ ചക്രവർത്തിയുടെ ചേതക്ക് എന്ന് തോന്നുന്നു കുതിരയുടെ പേര്. എന്നുവെച്ചാൽ ഭയങ്കര ലോയൽറ്റി ആയിരിക്കും ഇവർക്ക്, അതുപോലെ ഭയങ്കര ക്ഷമ. ഇപ്പോൾ പുറത്ത് നിർത്തി പോയി കഴിഞ്ഞാൽ അവിടെ നിന്നോളും, അതുങ്ങൾ എവിടെയും പോവില്ല. അവർക്കറിയാം അവരുടെ, നമ്മൾ യജമാനൻ എന്ന് പറയും, യജമാനാവണം എന്നില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം കൂടുതലും. മനസ്സിലായോ? അപ്പോൾ ശിവഭഗവാന്റെ ഒരു കൂട്ടുകാരൻ, സന്തത സഹചാരിയാണ് ഈ നന്ദി. നന്ദി എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. വെച്ചാൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നോളും തിരിച്ചു വരുന്നത് വരെ. ആ വിശ്വാസം, തിരിച്ചു വരും എന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ക്ഷമയോടെ അവിടെ കാത്തു നിൽക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ക്ഷമ, വിശ്വാസം രണ്ടും ഇതിനകത്ത് വരും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വന്നേക്കുന്ന സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജ്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് ജിപ്സി ഓറക്കിൾ മെസ്സേജാണ്. എന്താണ് വരിക നോക്കാം. രണ്ട് കാർഡാണ് തിരിഞ്ഞത്. വെഡ്ഡിങ്, ആഹാ. പിന്നെ ഫോർച്യൂണും, നല്ല ഒരു സമയമാർക്കോ വരുന്നുണ്ട്. എപ്പോൾ വളരെ ക്ഷമയോടും വിശ്വാസത്തോടും ഇരുന്ന് കഴിഞ്ഞാൽ വെഡ്ഡിങ്ങും, കല്യാണം, പിന്നെ ഗുഡ് ഫോർച്യൂൺ, ഇതുകൊണ്ട് നല്ല ഉന്നതി, ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ടാരോ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്കൊരു അപ്പോളജി പ്രതീക്ഷിക്കാമോ? ഇതാണ് നമ്മൾ നോക്കുന്നത് ബ്ലൂ സെലക്ട് ചെയ്തവർക്ക്. കേട്ടോ,
അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ നിങ്ങളുടെ പേഴ്സൺ ആരായിട്ടാണ് പേഴ്സൺ ഫ്രണ്ട് ആരുമായിക്കോട്ടെ ആ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ ക്ഷമ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്ഷമായാചനം എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, ഏസ് ഓഫ് സ്വേർഡ്സ്, ഒരു ക്ലാരിറ്റി, ഒരു സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ മെസ്സേജ്, ഒരു ബ്രാൻഡ് ന്യൂ മെസ്സേജ്. അപ്പോൾ ഇത് ബ്ലോക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നില്ല, കണ്ടാലും മുഖം തിരിച്ചു പോകാൻ മടിയുള്ളതുകൊണ്ട് രണ്ടുപേരെയും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട് ആൾക്കാർ അല്ലേ. നമ്മൾ നേരെ കണ്ടു കഴിഞ്ഞാൽ അടിയാവുമെന്ന് അറിയുന്നത് കൊണ്ട് രണ്ടുപേരെയും അവോയ്ഡ് ചെയ്ത് നടക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഈ ഏസ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി. നമ്മളൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ മൂഡ് ഓഫ് വേറെ എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ആൻസർ ശരിയായിരിക്കില്ല, അപ്പോൾ അയാൾക്ക് ദേഷ്യം വരും, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോവാം. അല്ലെങ്കിൽ പറഞ്ഞത് മനസ്സിലായില്ല, ഉദ്ദേശം മനസ്സിലായില്ല, ടോൺ മനസ്സിലായില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ വഴക്കുണ്ടാവുന്നതാവാം. പിന്നെ മറ്റുള്ളവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ വഴക്കുണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ഒരു ഏസ് ഓഫ് സ്വേർഡ്സ് ആണ് ഇവിടെ കാണിക്കുന്ന മെൻ്റൽ ക്ലാരിറ്റിയാണ്. പിന്നെ ഇതൊരു മെഡിക്കൽ ഇതുമാവാം. സ്വേർഡ് എന്ന് വെച്ചാൽ ഒരു പുതിയ ഒരു ഓപ്പറേഷനോ, മനസ്സിലായോ, എന്തോ ഒരു ഓപ്പറേഷൻ്റെ ഇതും വരുന്നുണ്ട് ഇവിടെ. നോക്കട്ടെ, വെട്ടൊന്ന് മുറി രണ്ട്, ഒരു ഡിസിഷനും ആവാം കേട്ടോ, വാളായതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ പീസാണ്, ഓലിവ് ബ്രാഞ്ചസ് ആണ്. അപ്പോൾ പീസാണ്, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല വരുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സന്ധി സംഭാഷണം പോലത്തെ ഒരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കാർഡും റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് കാർഡ്സ് പോസിറ്റീവായിട്ട് എടുക്കണം. 2 of wands അപ്രൈറ്റ് ആണ്, പ്ലാനിങ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്, അതിനുള്ള പ്ലാനിങ്ങിലാണ് ആരോ. പിന്നെ ഫാദർ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ധനികനായ എനർജിയാണ്, ധനികയായ ആരോ ഒരാളാണിത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് വളരെ പണമുള്ള ഒരാളാണ്, വളരെ ജോലിയിൽ ഭയങ്കര ബിസിയായ ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ പണക്കാരെപ്പോഴും എടുത്തുചാട്ടം കൊണ്ട് പണക്കാരാവുന്നതായിരിക്കില്ല. ചിലർ ഇപ്പോൾ ഈസി ആയിട്ട് പണം ഉണ്ടാക്കുക, ഇത്ര 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 10,000 രൂപ തിരിച്ചു തരാമെന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്തേക്ക് എടുത്തു ചാടുന്നവരുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. പണം കൊണ്ട് ആൾക്കാർ മുങ്ങിക്കളയാൻ വഴിയുണ്ട്. അത് നമ്മളുടെ ആർത്തിയാണ്. നമ്മൾക്ക് അറിയാം ലോജിക്കലി അത് പോസിബിൾ അല്ല. 1000 രൂപ ഇട്ട 10,000 രൂപ ഒരു മാസത്തിനുള്ളിൽ കിട്ടില്ല എന്നറിയെങ്കിലും നമ്മൾ ആർത്തി കൊണ്ട് നമ്മൾ അതിനകത്ത് ഇടും അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പാക്കൊക്കെ നമ്മൾക്ക് പക്ഷെ കിട്ടില്ല പൈസ. ലോട്ടറി അടിച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ കുറേ പണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് ഒരു ഹാർഡ് വർക്കിംഗ് ആയ ഒരാളാണ് ഈ പേഴ്സൺ. ജോലി എടുത്ത് തന്നെ പൈസ ഉണ്ടാക്കിയ ഒരാളാണ്, മനസ്സിലായോ. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ കാൽക്കുലേറ്റീവായ ഒരാളാണ് ഇയാൾ. സ്ത്രീ ആയാലും പുരുഷനായാലും പണം ഉണ്ടാക്കാൻ വളരെ പ്രയത്നിച്ച ഒരാളാണ്. അപ്പോൾ പണത്തിന് ഭയങ്കര വിലയുണ്ട്, സമയത്തിന് വിലയുള്ള ഒരാളാണ്, എല്ലാം പ്ലാനിങ്ങോട് കൂടെ ചെയ്യുന്ന ഒരാളാണ്. പോട്ടെ, അപ്പോൾ ആ പേഴ്സൻ്റെ അടുത്താണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരാമോ. ഇതാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഇവിടെ മാജിഷ്യൻ റിവേഴ്സ് ആണ് വന്നത്. ഇപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ കുറച്ചൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില സമയത്ത് എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചാലഞ്ചസ് ഇഷ്ടമാണ്, മനസ്സിലായോ. എന്നുവെച്ചാൽ ഒരു നമ്മൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളാണ് അതിൻ്റെ പുറകെ പോകാനാണ് മെജോറിറ്റി ആൾക്കാർക്കും ഇഷ്ടം. ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് പ്രയത്നിച്ച് കാര്യങ്ങൾ നേടണമെന്നായ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ നേരത്തെ ഈ പേഴ്സണ് വളരെ ഈസി ആയിട്ട്
ആ പേഴ്സൻ്റെ ലൈഫിലേക്ക് ആ പേഴ്സൺ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. വളരെ എന്താ പറയുക, ഒരു അടിമയെ പോലെ പെരുമാറിയിട്ടുണ്ടാവാം. മനസ്സിലായ? സർവം സറണ്ടർ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാൻ വേണ്ടി. പക്ഷേ അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറിയത് ഈ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ വേണം, മനസ്സിലാവുണ്ടോ? പക്ഷേ ഈസി ആയ നിങ്ങളെ അല്ല ഈ പേഴ്സണ് വേണ്ടത്. വളരെ ടഫായ, കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ സ്വഭാവം പേഴ്സൺ ഇഷ്ടമായി, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധം ഈ പേഴ്സണ് പറ്റുന്നു. അപ്പോൾ ഈ മാനിപ്പുലേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലൊരു ബാലൻസ് കൊണ്ടുവരും, ഇത് റിക്കവർ ചെയ്യണം, റീകൺസൈൽ ചെയ്യണം എന്നൊരാഗ്രഹം ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഇത് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്മയത്വത്തോടെ ചെയ്യണം, കാൽക്കുലേഷനോട് കൂടി ചെയ്യണം. എടുത്ത് ചാടി ഇത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളോട് ഈ പേഴ്സണുള്ള ഫീലിങ്സ് ഇങ്ങനെയാണ്. നോക്കട്ടെ, ഒരു 2 കാർഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ചാരിയറ്റ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇടിച്ചു കയറി വരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് വിട്ടുകളയാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് ഈ പേഴ്സണ് ഭയങ്കരമായ അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങളെ വിട്ടുകളയാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഈ പേഴ്സൺ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലൈഫിലേക്ക് വേറൊരാൾ വരാൻ ഈ പേഴ്സൺ സമ്മതിക്കില്ല. അത്ര ഭയങ്കര സ്ട്രോങ് മൈൻഡ് ഉള്ള ഒരാളാണിത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ മാജിഷ്യൻ എന്തുകൊണ്ടാണ് റിവേഴ്സ് വന്നിരിക്കുന്നത്? നേരത്തെ ഈ പേഴ്സൺ അറിയാം ഒരു പുവർ പ്ലാനിങ്ങും മാനിപ്പുലേഷനൊക്കെ കൊണ്ടാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നമായത്. ഈ പേഴ്സൺ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയില്ല. ചിലരെ നമ്മൾക്ക് കാണുമ്പോൾ നല്ല സ്വഭാവമാണ്, നല്ല ആൾക്കാരാണ്, വളരെ സ്വീറ്റ് ആണെന്നൊക്കെ തോന്നും. അപ്പം ചില സമയത്ത് നമ്മൾ അവരെ മുതലെടുക്കാൻ നോക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണ്, അവരുടെ കാമ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പുറമേ കാണുന്നത് കൊണ്ടിട്ട് ചിരിച്ച് കാണിക്കുന്നവരൊക്കെ നമുക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ ചില സമയത്ത് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ചും കൂടെ അടുക്കും, ഈ മാങ്ങാണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാവിൻ്റെ പുളി അറിയുള്ളൂ എന്ന് പറയും. അതാണ്. അപ്പം നമ്മൾ കൂടുതൽ അങ്ങോട്ട് ആഴത്തിൽ പോകുമ്പോൾ മാത്രമേ ഒരാളുടെ സ്വഭാവം അറിയുള്ളൂ. അങ്ങനെ പോയപ്പോഴാണ് ഇവിടെ ഒരു നല്ലൊരു അടി കിട്ടിയ ഒരാളാണ് നിങ്ങളിൽ നിന്ന്, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയതും നിങ്ങളുമായിട്ട് സ്നേഹമാണെന്ന് വെറുതെ അഭിനയിക്കുകയും നിങ്ങൾ വളരെ പ്രൈസ് ചെയ്യും, നിങ്ങളുടെ അടുത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പോയപ്പോൾ ആണ് ഈ പേഴ്സണ് പണി കിട്ടിയത്. നല്ലൊരു ടവർ മൊമെൻ്റ് ആണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിന് എനിക്കിതൊന്നും വേണ്ട, എനിക്കിതിനുള്ള വേറെ പണിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാര്യത്തിന് പോയി, മനസ്സിലാണ്ടോ? അപ്പോഴാണ് പേഴ്സൺ ഒരു പാഠം പഠിച്ചത്. അപ്പോൾ ഇനി മാനിപ്പുലേഷൻ നടക്കില്ല എന്നറിയാം. അപ്പോൾ ഇവിടെ ഒരു 2 ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് മാരേജിലേക്ക് പോകണം. 2 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും ഈ പേഴ്സണും ഇപ്പോൾ ഒരേ പേജിലാണ്. നേരത്തെ നിങ്ങളുടെ തട്ട് കുറച്ച് താഴെയായിരുന്നു, ഇപ്പോൾ തട്ട് പൊങ്ങി ഈ പേഴ്സൻ്റെ ഒപ്പമായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപടി മുകളിലായിരിക്കും നിങ്ങൾ. ഈ പേഴ്സൺ ഇപ്പം നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു നല്ലൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ടായിരുന്നതായിട്ട് പേഴ്സണ് തോന്നിയത്, അത് മിസ്യൂസ് ചെയ്തുകൊണ്ട് അത് ബ്രേക്കായി. പേഴ്സണ് നിങ്ങളെ വിവാഹം കഴിക്കണം എന്നാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ ഈ പേഴ്സണ് വെറുതെ നിങ്ങളൊന്ന് കളിപ്പിച്ച് നോക്കിയതാണ്. വിവാഹം കഴിക്കാതെ കാര്യങ്ങൾ നടക്കുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ മനസ്സിലായി ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്ന്. മനസ്സിലായി? നിങ്ങളങ്ങനെ പെട്ടെന്ന് എന്താ പറയുക, മീൻസ് അങ്ങനെ ഒരു പരിധിയുണ്ട് നിങ്ങൾക്ക്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരാളായിട്ട് മാറുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ റെസ്പെക്റ്റ് ആണ് നിങ്ങളോട്. അപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരണം ഇവിടെ. അതാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നത്. നിങ്ങളെ വിവാഹം കഴിക്കാനാണ്, നിങ്ങളോട് പ്രപ്പോസ് ചെയ്യാൻ. അതിനായിരിക്കും ചിലപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. വെഡ്ഡിങ് ആണ് നമ്മൾ ഓറക്കൽ മെസ്സേജിൽ കണ്ടത്. ചാരിയറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്ന വേൾഡ് കാർഡും 7 ഓഫ് വോൺസും ആണ്. 7 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ റിലേഷൻഷിപ്പ് തീർന്നു പോയോ എന്നൊരു ടെൻഷൻ ഉണ്ട് ഈ പേഴ്സൺ. നിങ്ങളൊന്ന് ബാക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു തരത്തിലും ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നത്, മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇത് പേടിയുണ്ട്, ഒരു പോയോ ഇനി, അപ്പോൾ ഇത് വിടാൻ പറ്റില്ല, ഞാൻ ഇത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കും എന്നൊരു മനസ്സിനൊരു ദൃഢനിശ്ചയം എടുത്തേക്കുന്ന ഈ പേഴ്സൺ. കൊള്ളാം. അടുത്ത ആക്ഷൻ എന്താണ് എടുക്കാൻ പോകുന്നത് ഈ പേഴ്സൺ? ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് അടുത്തതായി എടുക്കുക? എന്തെങ്കിലും പ്ലാനിങ് ആണെന്നാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കുക? ഇതാണ് നമുക്കറിയുന്നത്. എനിക്ക് ഈ
ഈ വിരലില്ലേ പെട്ടെന്ന് എന്ന് പറഞ്ഞാവും. അപ്പോൾ ഇത് ട്രിഗർ ഫിംഗർ എന്തോ പറയുക അതിന്, പെട്ടെന്ന് നോക്കാവും, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ആവുന്നില്ല, ഇതിൻ്റെ എന്തോ പോയി കിടക്കുകയെന്നുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചാൽ ശരിയാവും. നമ്മൾ സാധാരണ സ്റ്റക്കായിട്ടിരിക്കുന്ന ഇരുമ്പിൻ്റെ വേദന എടുക്കണം, ഇരുമ്പിൻ്റെ സാധനങ്ങൾക്കൊക്കെ നമ്മൾ എണ്ണ ഒഴിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യുമല്ല, ഇത് മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. ഇങ്ങനെ പെട്ടെന്ന് മടങ്ങില്ല, ടക്കെന്ന് പറഞ്ഞ് വരും, അങ്ങനത്തെ സ്വിച്ച്. അതുകൊണ്ട് പെട്ടെന്ന് കാർഡ്സ് ഇങ്ങനെ ടിങ് എന്ന് പറഞ്ഞ് പോകണത് കേട്ടോ, ക്ഷമിക്കണത്, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പോൾ ഇനി നിങ്ങളുടെ ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണോ ഫ്രണ്ട് ആരും ആയിക്കോട്ടെ, പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇത് നിങ്ങളുടെ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. കാരണം ഇവിടെ ലവും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഓക്കെ ഇപ്പം തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. കാരണം ഇവിടെ 8 of Wands എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ആണ്. ചാരിയറ്റും 8 of Wands ഒക്കെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പം തൽക്കാലം ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പിന്നെ 10 of Pentacles, ഈ 10 of Pentacles ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ 10 of Pentaclesഉം Queen of Cupsഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരോ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങോട്ട് വരാത്തത് ഇപ്പം തൽക്കാലം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആക്ഷൻ എടുക്കാത്തത്, ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാറുണ്ട് ഈ പേഴ്സണ്. ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്കിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കാൽക്കുലേറ്റീവായിട്ട് പെരുമാറുന്ന ആളാണ്. സ്വന്തം റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ട് അറിയുന്ന ആളാണ്. വെറുതെ ഇങ്ങനെ ചവറ് പോലെ കാര്യങ്ങൾ തടുത്ത് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് അടുത്ത സിറ്റുവേഷൻ, ഇതാണ് പേഴ്സൻ്റെ ഒരു പ്ലാനിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പൊസിഷനിൽ എത്താനും കാരണം. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ കമ്പാഷനാണ്. ക്വീൻ ഓഫ് കപ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ക്വീൻ ഓഫ് കപ്സ് സ്നേഹമുണ്ട്, പക്ഷെ നിസ്വാർത്ഥമായ സ്നേഹമാണെന്ന് എനിക്ക് കാണുമ്പോൾ, ക്വീൻ ഓഫ് കപ്സിനെ കാണുമ്പോൾ നിസ്വാർത്ഥ സ്നേഹം എന്ന് നമുക്ക് പറയണമെന്നുണ്ട്. പക്ഷെ നിസ്വാർത്ഥമായ സ്നേഹമുണ്ടോ? നിസ്വാർത്ഥമായ സ്നേഹമാണെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുമല്ലോ, സ്വന്തമാക്കാൻ ആഗ്രഹിക്കില്ലല്ലോ, അല്ലേ? നമ്മളെ ദ്രോഹിച്ചാലൊന്നും നമ്മൾ അവരെ ഒന്നും ചെയ്യില്ല, പോട്ടെ അവർ ജീവിച്ചോട്ടെ, അതാണ് നിസ്വാർത്ഥമായ സ്നേഹം. എന്നുവെച്ചാൽ എൻ്റെ ഒപ്പമല്ല, വേറെ ആരുടെയോ കൂടെയാണ്, പക്ഷെ കുഴപ്പമില്ല, സന്തോഷമായിട്ട് ജീവിച്ചാലും മതി എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വരില്ലേ, അതാണ് നിസ്വാർത്ഥമായ സ്നേഹം. ബാക്കി എല്ലാ സ്നേഹവും സ്വാർത്ഥമാണ്. എനിക്ക് വേണം, എന്നെ ഉപേക്ഷിച്ചു, ഞാൻ അവരങ്ങനെ ചെയ്യും, ഇതൊക്കെ സ്വാർത്ഥമായ സ്നേഹങ്ങളാണ്. അപ്പോൾ ഇത് നിസ്വാർത്ഥമായ സ്നേഹമാണെന്ന് പറയും. നമുക്ക് നോക്കാം ഇതെന്താണ് സിറ്റുവേഷൻ. ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ 2 കാർഡുകൾ തന്നെ വന്നു. അപ്പോൾ ഇതിനൊരു ഡിലേ ഉണ്ടാവും, ഇതൊരു വെയിറ്റിങ്ങിലാണ് നിങ്ങളുടെ ഈ പേഴ്സൺ കേട്ടോ. 10 of Cups ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട്. ഇത് നിങ്ങളാണോ അതോ വേറെ ആരെങ്കിലും ആണോ നോക്കാം നമുക്ക്. 10 of Cups എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഇമോഷണൽ ഹാപ്പിനെസ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിന് സമയമായിട്ടില്ല എന്ന് ഈ പേഴ്സൺ ഒരു തോന്നൽ. അതുകൊണ്ടാണ് ഈ പേഴ്സൺ 3 of Swords ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്ക് എന്താണ്? ആരോ ഉപേക്ഷിച്ചിട്ട് പോയി, നിങ്ങളാണ് അബാൻഡൻ ചെയ്തേക്കുന്നത്, നിങ്ങളാണ് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അത് ഈ പേഴ്സൺ ആണ്. ഈ പേഴ്സൺ എന്തായാലും ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇവിടെ 3 കാണിക്കുന്നില്ല, അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ഈ ക്വീൻ ഓഫ് കപ്സ് തേർഡ് പാർട്ടി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആവാം. നമുക്കിത് ആരാണെന്ന് നോക്കാം. ഇവിടെ ഒരു അബാൻഡൻമെൻറ്റ് നടന്നിട്ടുണ്ട്, അതുകൊണ്ടൊരു 3 of Swords ഉണ്ടായിട്ടുണ്ട്. ഹെയറഫാണ്ട് ഈ പേഴ്സൻ്റെ വൈഫാണിത്, അല്ലെങ്കിൽ ഹസ്ബൻഡാണിത്. ഹെയറഫാണ്ട് എന്ന് പറഞ്ഞാൽ മാരേജ്, ഇപ്പോൾ കറണ്ട് പാർട്ട്ണറാണിത്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരണം, ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് നടക്കണം. ടെമ്പറൻസ് പറഞ്ഞാൽ ഒരു സെറ്റിൽമെൻറ്റ് നടക്കണം. അല്ലാതെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഓക്കെ, വേറൊരു സിറ്റുവേഷൻ കൂടെ വലിച്ച് അതിനകത്തേക്ക് ഇടാൻ പറ്റില്ല. ഈ സിറ്റുവേഷനിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, ഇവിടെ അബാൻഡൻ ചെയ്യാൻ. അപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കും, കറണ്ട് പാർട്ട്ണറായിരിക്കും ഈ പേഴ്സണെ അബാൻഡൻ ചെയ്തേക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട്. ചിലപ്പോൾ ഇവർ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കാം. എന്തായാലും അവിടെ ഒരു ഡിവോഴ്സിൻ്റെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. എന്നിട്ട് മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സണ് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മൾ വെറുതെ ഓക്കെ അതും പിടിച്ചു വെച്ച് ഇതും പിടിച്ചു വെച്ചാൽ അപ്പോൾ രണ്ടിലും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് വിട്ട് കളഞ്ഞാലേ നമുക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണിത്. എന്നുവെച്ചാൽ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ടേ വേറൊരു സിറ്റുവേഷനിലേക്ക് പോകും. കാരണം ഓരോ സിറ്റുവേഷനിലും 100% കോൺസെൻട്രേഷൻ ഈ പേഴ്സണ് അത്യാവശ്യമാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒരേ സമയം 2 കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ വരാറില്ല. എന്തുകൊണ്ടാണ്? ഈ പേഴ്സൺ നിങ്ങളുടെ മെസ്സേജ് വായിച്ചിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടെങ്കിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുള്ളൂ.
മനസ്സിലായി? അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഡിലേ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ ചെയ്യാൻ പോലും പേഴ്സൺ സമയമില്ല. അതൊക്കെ ചിലർക്ക് പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായോ? എന്നാലേ നമ്മൾ അത് കഴിഞ്ഞിട്ടേ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാതിരിക്കും. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതിരുന്നത്. പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഈ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സെറ്റിൽമെൻറ്റ് നടത്താനുണ്ട് പേഴ്സൺ. അത് കഴിഞ്ഞിട്ടേ നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്? ഹെഡ് ഓഫ് ഹാർട്ട്. ഈ പേഴ്സൺ വളരെ കിങ് ഓഫ് സോർഡ്സ് ആണ്. ഈ കിങ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. വെച്ചാൽ ആർക്ക് വേദനയ്ക്ക് ഇതൊന്നും ഈ പേഴ്സൺ പ്രശ്നമല്ല. മുഖത്തടിച്ച പോലെ സംസാരിക്കും. മനസ്സിലായോ? ഇപ്പോൾ അതുപോലെ ക്ഷമ വളരെ കുറഞ്ഞ ഒരാളാണ്. ഇമോഷൻസ് ഒട്ടുമില്ലാത്ത ഒരു എനർജിയാണ്. അപ്പോൾ ഈ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ പേഴ്സൺ ഇങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്. വളരെ റൂഡായിട്ട്. കാരണം ഈ പേഴ്സണ് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണ് സ്വസ്ഥത കൊടുക്കുന്നില്ലായിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും വഴക്കുണ്ടാവുന്നതും മിണ്ടാതിരിക്കുന്നത്. ഇവിടെ ഒരു അപ്പോളജി കാണുന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഈ പേഴ്സണ് തോന്നുന്നില്ല. മനസ്സിലായോ? അപ്പോളജൈസ് ചെയ്യില്ല. ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരും. പക്ഷേ അതിന് സമയമെടുക്കും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം വരുന്നില്ല. കുറച്ച് നാളത്തുള്ളതുകൊണ്ടാണ് ഇവിടെ ക്ഷമ വേണം എന്ന് പറഞ്ഞു. ക്ഷമയും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു വിവാഹത്തിലും സക്സസ്സിലും എൻഡ് ചെയ്യുള്ളൂ. അതാണ് നിങ്ങളുടെ ഓറക്കൽ മെത്തേഡ്. അത് ഓർക്കുക. അപ്പോൾ ഇവിടെ ഹൈ പ്രീസ്റ്റസും ഈ കിങ് ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ മിസ്റ്ററി ആണ്, സീക്രട്സ് ആണ്. പിന്നെ 9 ഓഫ് വാൻഡ്സ്, സീക്രട്സ് ആണ് പേഴ്സൺ ഒളിപ്പിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് ഒന്നും പറയാൻ പറ്റില്ല നിങ്ങളോട് തുറന്ന്. അതുകൊണ്ട് എന്ത് പറയും? നിങ്ങളോട് യെസ്സും പറയാൻ പറ്റില്ല, നോ പറയുന്ന പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഈ പേഴ്സൺ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. യെസ് പറയാൻ പറ്റില്ല, കാരണം വേറൊരു കമ്മിറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇതൊക്കെ സീക്രട്ടായിട്ട് വെച്ചേക്കുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പ്ലാൻ മൊത്തം ഈ പേഴ്സൺ സീക്രട്ടായിട്ട് വെച്ചേക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും തേർഡ് പാർട്ടി. എന്തായാലും ഈ പേഴ്സൺ സീക്രട്ടായിട്ട് വെക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ പക്ഷേ ചേർത്ത് പിടിച്ചേക്കുകയാണ്. ആക്ഷൻ ഇപ്പോൾ തൽക്കാലം എടുക്കില്ല. ഒരു അപ്പോളജിയും നിങ്ങൾക്ക് തരില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഈ പേഴ്സൺ തോന്നുന്നില്ല. ഇതാണ് ബ്ലൂ സെലക്ട് ചെയ്ത ഒരു റീഡിങ്. അപ്പോൾ സോഡിയാക് സൈൻസ് ടോറസ്, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ, പൈസീസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Gemini, Sagittarius, strong ആണ്, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. അപ്പോൾ ഇതാണ് ബ്ലൂ സെലക്ട് ചെയ്ത ഒരു റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ബ്രൗൺ സെലക്ട് ചെയ്ത ഒരു റീഡിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓറക്കൽ മെസ്സേജസ് ആദ്യം എടുക്കാം. അത് കഴിഞ്ഞിട്ട് ടാരോ റീഡിങ്ങിലേക്ക് പോവാം. ഓറക്കൽ മെസ്സേജ് ബ്രൗൺ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് എന്താണ്? ഭഗവാനെ, ഭഗവാനെ, നമ്മളെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അല്ലേ? നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ കരയും, ഉറക്കം വരുമ്പോൾ കരയും, ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കും അല്ലേ? നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട്, ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്. ഞാൻ ഒച്ചയിൽ കരഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കൂടെ അല്ലേ? ആരുടെങ്കിലും ശ്രദ്ധ എനിക്ക് കിട്ടുമെന്ന്. അത് തന്നെയാണ് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻ. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ദൈവം വിളി കേൾക്കും. അതാണ് വിശ്വാസം. ആ ഒരു കുഞ്ഞിൻ്റെ വിശ്വാസമാണത്. എന്നുവെച്ചാൽ ഞാൻ കരഞ്ഞാൽ ആരെങ്കിലും കേൾക്കും, എനിക്ക് എന്തെങ്കിലും കിട്ടും. അതാണ് കുഞ്ഞിൻ്റെ വിശ്വാസം. അതുകൊണ്ട് കുഞ്ഞ് വെറുതെ കിടക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്മൾ വലിയ 6 അടി പൊക്കമുള്ള ആളായിരിക്കാം, ഭയങ്കര ശക്തിയുള്ള മസിൽമാൻ ആയിരിക്കാം, പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളാണ് ദൈവത്തിന് മുമ്പിൽ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ മനസ്സിൽ അറിഞ്ഞ് വിശ്വാസത്തോടെ മുൻപിൻ ചിന്തിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മൾ ലോജിക്ക് അതിനകത്ത് വരുമ്പോഴാണ് നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവുന്നത്. ഞാനിപ്പോൾ 10,000 രൂപ ചോദിച്ചാൽ തരുമോ? ദൈവം എവിടെ നിന്ന് തരും? ദൈവത്തിന് ബാങ്ക് ഉണ്ടോ? ഇതാണ് കാടുകയറി ചിന്തമാണ്. വളരെ സില്ലിയായിട്ട് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളത് ചിന്തിക്കണ്ട.
അല്ലേ? കുഞ്ഞുങ്ങളെങ്ങനെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരും, എനിക്കറിയേണ്ട എവിടെ നിന്നാണ്, മനസ്സിലാണ്? ഇതാണ് ദൈവത്തിലേക്ക് എത്താനുള്ള, ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ സാധിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. നിങ്ങൾക്ക് ബ്രൗൺ സെലക്ട് ചെയ്തവരുടെ ഓറക്കൽ മെസ്സേജസ് ആണ്. നമുക്ക് നോക്കാം. ചിലർക്ക് കുറേ ഓറക്കൽ മെസ്സേജ് വരും, ചിലർക്ക് ഒരെണ്ണേ വരുള്ളൂ. എന്നുവെച്ചാൽ അത് ചിലപ്പോൾ പ്രശ്നങ്ങൾ കുറവായതുകൊണ്ടായിരിക്കാം അവരുടെ ജീവിതത്തിൽ. എന്തായാലും ഹോളി നോട്ട് ബീയിങ് പൊളൈറ്റ്. നമ്മൾ മിക്കവാറും നമ്മളുടെ മൂഡ് അനുസരിച്ചായിരിക്കും മറ്റുള്ളവരോട് പെരുമാറുക. അപ്പോൾ പക്ഷെ നമ്മളുടെ മൂഡ് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് മൂഡിലാണെങ്കിൽ എല്ലാവരോടും പൊളൈറ്റായിട്ട് പെരുമാറുക. നമ്മൾ പക്ഷേ സങ്കടത്തിലായിരിക്കും, ഒരാൾ വന്നിട്ട് കോമഡി പറയുമ്പോൾ പിന്നെ കോമഡി പറയുന്നു, ഇവിടെ മനുഷ്യന് തലവേദന എടുത്തിട്ട് വയ്യ, നമുക്ക് ഇത് വയ്യിട്ട് വരിക, മനസ്സിലായി? അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. വളരെ പൊളൈറ്റായിട്ട് ആൾക്കാരോട് സംസാരിക്കുക. രണ്ടാമത്തെ ഡിലീസ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. ഇത് നിങ്ങളുടെ റൈറ്റ് ടൈം അല്ല, ഇനിയും സമയമെടുക്കും. അപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങരുത്. എംബ്രേസ് പോസിറ്റീവ് ഔട്ട്ലുക്ക്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മാത്രം ഇങ്ങനെ ആലോചിക്കുകയോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ പ്രശ്നമുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ആലോചിക്കുക. കാര്യങ്ങൾ പോസിറ്റീവായിട്ട്, പ്രശ്നങ്ങൾ വരുമ്പോൾ നെഗറ്റീവിലേക്ക് പോയി എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങൾ എപ്പോഴും അല്ല. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ 100 കണക്കിന് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ ഈ നെഗറ്റീവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം. ഇമോഷണൽ കൺട്രോൾ. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇമോഷണലി നിങ്ങൾ വളരെ കൺട്രോൾഡ് ആയിരിക്കണം, എന്നാലേ നമുക്ക് മറ്റുള്ളവരോട് പൊളൈറ്റായിട്ട് പെരുമാറാൻ പറ്റുള്ളൂ. അപ്പം മാത്രമേ നമ്മളെ ലോജിക്ക് വർക്ക് ചെയ്യുള്ളൂ, കേട്ടോ? ഇത് ഇമോഷണലായിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവാൻ നമ്മൾ ലോജിക്ക് വർക്ക് ചെയ്യില്ല. നമ്മൾ ഹൃദയം കൊണ്ടായിരിക്കും ചിന്തിക്കുന്നത്, പിന്നെ അടി ബഹളം ചീത്തവിളി ആ ഓടി ഈഗോ. തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. ദൈവത്തിൻ്റെ ഗൈഡൻസിനോട് കണക്ട് ചെയ്യണം. അപ്പോൾ തേർഡ് ഐ ചക്ര വഴിയാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ നമ്മളുടെ ആ ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് തുറക്കാനുള്ള വഴി നോക്കുക. അത് യൂട്യൂബിലൊക്കെ കാണിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അതാണ് നമ്മളുടെ തേർഡ് ഐ എന്ന് പറയുന്നത്. ശിവഭഗവാന്റെ തേർഡ് ഐ ആണ് പറയുന്നത്. അപ്പോൾ ഈ തേർഡ് ഐ എന്ന് പറഞ്ഞാൽ നമ്മളെ വിജ്ഞാനമാണ് തേർഡ് ഐ, മനസ്സിലായി? ഈ ജ്ഞാനമാണ്, ജ്ഞാനക്കണ്ണാണത്. അപ്പം അത് തുറക്കണം, എന്നാലേ നമുക്ക് അറിവ് കിട്ടുകയുള്ളൂ, ദൈവമായിട്ട് കണക്ഷൻ വെക്കാൻ പറ്റുള്ളൂ, കേട്ടോ? അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഞാൻ ജിപ്സി ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത്. ജിപ്സി ഓറക്കൽ മെസ്സേജ് എന്താണ് ബ്രൗൺ സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജ്? എന്താണ് ബ്രൗൺ സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജ്? ഈ കുഞ്ഞിക്കുട്ടികൾ നടക്കുമ്പോൾ അവർ ഷൂസ് ചെയ്യുന്നൊരു കീ 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 എന്ന സൗണ്ടാണ്. അത് കുഞ്ഞു വാവ നടക്കുന്നത്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. പിള്ളേർക്കൊരു രസമാണ് അല്ലേ? വലിയവരിട്ടുകൊണ്ട് നടന്നാലോ അതൊരു എന്താ ഇത് എന്ന് ചോദിക്കും ആൾക്കാർ. അപ്പോൾ ഇതിൽ 2 മെസ്സേജാണ് കാണിക്കുന്നത്. ഡെസ്പെയറും ഓൾഡ് വുമൺ കാരണമാണോ ആരെങ്കിലും ഡെസ്പെയർ എന്ന് വെച്ചാൽ വളരെ നിരാശ, ഒരിക്കലും ജീവിക്കണ്ട. ഒരു ഓൾഡ് വുമണും ഉണ്ട്, ഒരു നിരാശയുമുണ്ട് ഇവിടെ, കേട്ടോ? ഇതാരുടെയെങ്കിലും മദർ ഇൻ ലോ വല്ലതും ആണോ, അതോ സ്വന്തം അമ്മയാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയും മക്കളും തമ്മിൽ? അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമകളോ തമ്മിൽ? ആരുമാവാം, ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ അമ്മയാണോ, വാട്ടെവർ, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ എടുക്കുക. ഈ പേഴ്സൻ്റെ നിങ്ങളുമായിട്ട് പ്രശ്നമുള്ള, നിങ്ങൾ ക്ഷമ എക്സ്പെക്റ്റ് ചെയ്യുന്ന, ക്ഷമായാചനം ഒരാളിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്.
കാർഡ്സ് പറ്റില്ല. ഒരു കാർഡ് വേണം. ഒരു കാർഡ് ഒരു കാർഡ് വേണം. ഒരേ ഒരു കാർഡ് പ്ലീസ്. ഓക്കെ, 2 കാർഡാണെന്ന് ഞാൻ 2 എടുക്കുകയാണ്. ഞാൻ ഈ റൂം ഇതൊന്നും അടച്ചേക്കട്ടെ കേട്ടോ, ഡിസ്റ്റർബൻസ് വരുന്നതിനൊരു വെയിറ്റ്. സോറി കേട്ടോ, അത് ആ വാതിൽ നടച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണും വീൽ ഓഫ് ഫോർച്യൂൺ അപ്രൈറ്റാണ് വന്നേക്കുക. ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഓൾഡ് വുമൻ്റെ ക്യാരക്ടർ ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സ് ആയിരിക്കും. ക്വീൻ ഓഫ് വാൻസ് അപ്രൈറ്റ് ആയിരിക്കുമ്പോൾ വളരെ ബ്രൈറ്റ് ആയ, വളരെ ഫ്രണ്ട്ലി ആയ, വളരെ കോൺഫിഡൻ്റ് ആയ ഒരു എനർജിയാണ്. റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അത്രയും ചീത്ത സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്ന, എല്ലാവരെയും കളിയാക്കുന്ന, ഭയങ്കരമായിട്ട് അബ്യൂസീവായിട്ട് സംസാരിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഇതാണ് ഈ ഓൾഡ് വുമൺ. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊരു വിടുതൽ, ഇതിൽ നിന്നൊരു വ്യത്യാസം എനിക്ക് ഉണ്ടാവില്ലേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ആരോ. മനസ്സിലായി? എന്നും അടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്ന് ക്ലാരിഫൈ ചെയ്യാണ്. ഇത് ഗുഡ് ലക്കാണ്. അപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ്, ഇവരിൽ നിന്നൊരു രക്ഷപ്പെടലാണ് ആരോ ആഗ്രഹിക്കുന്നത്. ഇതൊരു വിധിയാണ്, ഞാൻ ഇവിടെ വന്ന് പെട്ടത് എന്ന് ചിന്തിക്കുന്ന ആരോ ഒരാൾ. അപ്പോൾ ഈ ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഡോട്ടർ ഓഫ് പെന്റക്കിൾസും ഏസ് ഓഫ് കപ്സും. അപ്പോൾ ഇതൊരു സ്നേഹബന്ധത്തിന് വിഘ്നമായിട്ട് നിൽക്കുന്ന ആരെങ്കിലുമാണ് ഈ ഓൾഡ് വുമൺ. അതുകൊണ്ടാണോ ആരെങ്കിലും വളരെ ഡെസ്പറേറ്റ് ആയിട്ട് പോകുന്ന സിറ്റുവേഷനിലേക്ക്, നിരാശയിലേക്ക് പോകുന്നത്? ഇവിടെ ഒരു ഡോട്ടർ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഡോട്ടർ ഓഫ് പെന്റക്കിൾസ് ഒരു യങ് എനർജിയാണ്. ഒരു പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെന്റക്കിൾസ് ഒരു ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, ഒരു ലവ് ഓഫർ ആർക്കും നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവരാണ് അത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് കപ്സ്, മൂൺ, സീക്രറ്റ്സ്, ഡെത്ത്, ലവേഴ്സ്, ഹാങ്ഡ് മാൻ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ലവ് ഓഫർ ആർക്കോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അത് വളരെ ഒരു യങ് എനർജിക്ക് ആയിരിക്കാം. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ മകളോ മകനോ ആയിരിക്കാം. പക്ഷേ ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു ഡെസ്റ്റിനി ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന പോലെ ആണ് ഈ ഓൾഡ് വുമൺ ഇവിടെ നിൽക്കുന്നത്. ഓൾഡ് വുമൺ ആവണമെന്നില്ല, ഓൾഡ് മാൻ ആവാം, ആരുമാവാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ ആ പേഴ്സണുമായിട്ട് നിങ്ങൾ ലവ് കൊടുക്കാൻ, ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷനാണ്. ഇത് ബോഡി കണക്ഷൻ ഇല്ല, സോൾ കണക്ഷൻ. നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം ഇങ്ങനെ ഒരാൾ ഇതിനിടയിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒന്നില്ലെങ്കിൽ അവരുടെ മരണം അത് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നാലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ എന്ന് ആരോ ചിന്തിക്കുന്നുണ്ട്. കാരണം അത്രയും ഡെസ്പറേറ്റ് ആണ്, വേറെ ഒരു വഴിയില്ല, ഒരു തരത്തിൽ ഇവർ അടുക്കുന്നില്ല. മനസ്സിലായോ? അതുപോലെ മൂൺ, സീക്രട്സ്. ഇവിടെ കുറേ സീക്രട്സ് ഉണ്ട്. അതൊക്കെ സീക്രട്സ് ആയിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെ. ഇവരെങ്ങനെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവോ എന്ന് ആരോ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? ഈ പേഴ്സണ് ഇത് നിങ്ങളുടെ പേഴ്സണല്ല, നിങ്ങൾ ഈ കപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഇവിടെ നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കുന്ന ആളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അത് ആര് കാരണമാണ് നിങ്ങൾക്ക് ഈ സ്നേഹത്തിൽ വിഘ്നമായിട്ട് നിൽക്കുന്നത്? ആരാണോ ആ ആളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരാണ്, നിങ്ങൾ പ്രശ്നമായിരിക്കുന്നവരാണ്, അവരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവരോട് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഈ ഓൾഡ് വുമൺ ആണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നമുക്കൊരു 8 ഓഫ് വാൻസും കിങ് ഓഫ് സോർഡ്സും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കാർഡും വരുമോ നോക്കാം കേട്ടോ. നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ 2 പേര് മാത്രമല്ല, ഇവിടെ ബന്ധുക്കൾ, ഫ്രണ്ട്സ്, ഫാമിലി, കുറേ പേരുണ്ട് ഇവിടെ. അവരെല്ലാവരും കൂടിയിട്ടാണ്. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അവരുടെ മൊത്തത്തിലായ ഒരു പാക്കേജാണ്. ഇവിടെ സിംഗിൾ ഇൻഡിവിജ്വൽ എന്ന പരിപാടിയില്ല. അത് ഒരു അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത ആരെങ്കിലും ആണെങ്കിലും മാത്രമേ അവിടെ സിംഗിൾ ഇൻഡിവിജ്വലായിട്ട് വരുന്നുള്ളൂ. അതല്ലാത്തപ്പോൾ എല്ലാം മൊത്തം ഒരു കുറേ ആളുകൾ കൂടെയാണ്. നമ്മൾ പാക്കേജ് ഡീലാണ് എപ്പോഴും അത് കേട്ടോ. അപ്പം നമ്മളത് അവോയ്ഡ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഒരു കാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഏസ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സാണ്. ഇവർ നിങ്ങൾക്ക് ഓഫർ തരാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവർ ഇങ്ങനെ തന്നെ ഇരിക്കാനാണ്. കിങ് ഓഫ് സോർഡ്സ് ഭയങ്കര
എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പം ആ പേഴ്സണിൻ്റെ വ്യൂ പോയിന്റ് മാത്രമേ ആ പേഴ്സൺ കാണുകയുള്ളൂ കേട്ടോ. വാശി ഷാഠ്യമൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ ഈ ഓൾഡ് വുമണോ ആരാണോ നിങ്ങളുടെ സ്നേഹത്തിന് വിഘ്നമായിട്ട് നിൽക്കുന്ന ആ പേഴ്സൺ, അവരുമായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ചില ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പ്രപ്പോസലിന് കൊണ്ടു ചെന്നപ്പോഴോ അല്ലെങ്കിൽ പ്രപ്പോസലിൻ്റെ കാര്യം അവർ അറിഞ്ഞപ്പോഴോ നിങ്ങളെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും ഇത് ഇവർ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓഫറും തരാൻ ഇവർക്ക് ആഗ്രഹമില്ല. ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പോവാണ്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ വേറെ ആരെങ്കിലും കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഇവരുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ പേജ് ഓഫ് വോൺസ് ഇവിടെ നമ്മൾ കണ്ടു, ഡോട്ടർ ഓഫ് വോൺസും 7 ഓഫ് വോൺസും ആണ് ഇവിടെ നിൽക്കുന്നത്. ക്വിക്ക് ഡിസിഷൻ. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ ഇതിന് സമ്മതിക്കുന്നില്ല. ആ പേഴ്സൺ ഒന്ന് ബാക്ക് ഔട്ട് ചെയ്തേക്കുക. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ശാഠ്യത്തിലാണ്. ഒരു തരത്തിലും നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് പോസിബിലിറ്റി തരില്ല. കാരണം നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളൊരു പ്ലെയർ എനർജിയാണെന്നാണ്. ഈ കിങ് ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് സ്വേർഡ്സ് തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഒരു പ്ലെയർ എനർജിയാണ്, നിങ്ങളെ ഈ സ്നേഹിക്കുന്ന ആളെ നന്നായിട്ട് നോക്കില്ല. അപ്പോൾ ഇവരുടെ മകളോ മകനോ ആണെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് ഈ പേഴ്സണ് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് ഒരു തരത്തിലും നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹത്തിന് സമ്മതിക്കാത്തത് കേട്ടോ. ഒരു 10 ഓഫ് കപ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫർ തരാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന അങ്ങനെയാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ അല്ല, ഞാൻ പറഞ്ഞു ആരാണെന്ന്. ആ പേഴ്സൺ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഒരു ഓഫർ തന്നു കഴിഞ്ഞാൽ ഇവരുടെ മകനോ മകളോ ആരാണോ, ഫ്രണ്ടോ, ഇതൊരു ഫ്രണ്ടാവാം, ഫ്രണ്ടിൻ്റെ ആരെങ്കിലും ആവും. ചിലപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ഇഷ്ടപ്പെടുമ്പോൾ അവൻ്റെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ടിനോ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ സ്വഭാവം അറിയാവുന്ന അവർ എൻ്റെ ഫ്രണ്ടിനെ ഇവനെ കല്യാണം കഴിച്ചാൽ എൻ്റെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ദുഃഖിക്കും, അല്ലെങ്കിൽ ഇവളെ കല്യാണം കഴിച്ചാൽ എൻ്റെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ദുഃഖിക്കും, അതുകൊണ്ട് ഞാൻ റിലേഷൻഷിപ്പിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വട്ടമുടക്കി നിങ്ങളുമായിട്ട് ഉടക്കുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ അതുമാണ് ഇവിടെ. ഇത് അമ്മമാരാവണമെന്നില്ല, അച്ഛന്മാരാവണമെന്നില്ല, ഫ്രണ്ട്സ് ആവാം, അതല്ലെങ്കിൽ ബ്രദേഴ്സ് ആവാം, സിസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആവാം, ജസ്റ്റ് ഒരു കൊളീഗും കൂടി ആവാം. അപ്പോൾ അതാണ് അവർ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ പേഴ്സണ് വന്നു കഴിഞ്ഞാൽ ആ പേഴ്സൺ ഒരിക്കലും ഹാപ്പി ആവില്ല. കാരണം നിങ്ങൾ ഭയങ്കര ഫ്ലേർട്ടിഷാണ്, നിങ്ങൾ ഭയങ്കരമായ ഉഴപ്പുന്ന ആളാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ പറ്റില്ല എന്നാണ് വളരെ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ചിലപ്പം പബ്ലിക്കായിട്ടൊരു സീൻ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ പേഴ്സൺ എന്നോട്, അപ്പം നിങ്ങൾ ഈഗോയിലായിരിക്കും, വാശിയിലായിരിക്കും, എന്നോട് വന്ന് സോറി പറഞ്ഞേ പറ്റുള്ളൂ, കാരണം എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി. ഇതാണ് ഇവിടുത്തെ സിനാരിയോ. ഇനി ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? അപ്പോൾ ഈ പേഴ്സൺ ഒരു തരത്തിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് അവരുടെ ഫ്രണ്ടിനെയോ മകളെ ആരെയും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, പിന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്. ഇവിടെ ഒരു സക്സസ് തരില്ല എന്ന് തന്നെയാണ് പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. ഒരു തരത്തിലും നിങ്ങളുമായിട്ടുള്ള ഒരു ഇതിനും സമ്മതിക്കില്ല എന്നാണ്, വട്ടം ഉടക്കി നിൽക്കുകയാണ്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന പേജ് ഓഫ് കപ്സ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു അപ്പോളജിയാണ് കേട്ടോ. അപ്പോളജി വരികയാണെങ്കിൽ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിലേക്ക് ഒരു സക്സസ് വരണം. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ അമ്മയോ ആരെയോ വിളിച്ചിട്ട് ഈ പേഴ്സൺ ഈ വഴക്കിട്ടേക്കുന്ന വഴക്കുണ്ടായ ആൾ നിങ്ങളുടെ അമ്മയെയോ ചേച്ചിയെയോ ആരെങ്കിലും വിളിച്ചിട്ടാണോ ഈ പ്രശ്നം ഉണ്ടായത്? അപ്പോൾ അവരോടൊരു നിങ്ങളോടല്ല, നിങ്ങളെ ഇവർക്ക് കണ്ടുകൂടാ. അപ്പം ക്ഷമായാചനം നിങ്ങളോടല്ല, നിങ്ങളുടെ വീട്ടുകാരോട്. കാരണം അവരുമായിട്ട് എന്തോ ബഹളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ ചേച്ചിയോ ആരെയോ വിളിച്ചിട്ട്, ചേട്ടൻ്റെ ഭാര്യയോ ആരെയോ വിളിച്ചിട്ട് ഇവർ നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാവില്ല, അത് ചെയ്തത് തെറ്റായെന്നൊരു ബോധം ഇവർക്കുണ്ട്. അപ്പോൾ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് വേണമെങ്കിൽ, ഒരു മനസമാധാനം വേണമെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ ഇവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ആരോടാണോ ഇവർ വഴക്കുണ്ടാക്കിയത് ആ പേഴ്സൺ ഒരു അപ്പോളജി വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കല്ല, ഇവർക്ക് കണ്ടുകൂടാ, അത് ഇവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അപ്പോളജി എന്തുകൊണ്ടാണ്? അവിടെ ഒരു വെറുതെ എന്തിനാണ് പാവം. ഇപ്പോൾ മക്കൾ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ചീത്ത പറയും, വളർച്ച ദോഷം എന്ന് പറയും. അല്ല, വളർച്ച ദോഷം അല്ല അത്. അവർ നമുക്ക്
എന്ന് പറയില്ലേ, അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വെക്കാം, അടക്കാമരമായി നമുക്ക് മടി വെക്കാൻ പറ്റില്ലോ. ചെറുപ്പത്തിലെ നന്നായിട്ട് വളർത്തുന്ന കുട്ടികൾ ചില സമയത്ത് അവരുടെ കൂട്ടുകെട്ട് കൊണ്ടും അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടും വഴിതെറ്റി പോകാറുണ്ട്. അതിന് അച്ഛനമ്മയും കുറ്റപ്പെടുന്നിട്ട് കാര്യമില്ല, മനസ്സിലാവുണ്ടോ? അപ്പം അതാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഉള്ള ഒരു ആളാണ് ആ കുട്ടി, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നിങ്ങൾ ആരാണോ, അങ്ങനെയാണെങ്കിൽ അവരുടെ അച്ഛനമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല, ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം തെറ്റായിപ്പോയി ഞാൻ ചെയ്തത്, അവരും എന്നെ പോലത്തെ ഒരു അമ്മയല്ലേ അല്ലെങ്കിൽ ഒരു അച്ഛനല്ലേ, അവർക്ക് വിഷമാവില്ലേ എന്നൊരു ചിന്ത ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പേഴ്സണെ മനസ്സമാധാനത്തിനാണ് ഈ പേഴ്സൺ ഒരു അപ്പോളജിക്ക് നിൽക്കാൻ പോകുന്നത് കേട്ടോ, ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഭയങ്കര പണത്തിൻ്റെ ഒരു അഹങ്കാരം കൂടിയുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ നല്ല പണമുള്ള ഏതൊരു ഫാമിലിയിലുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ ഒരു മാരേജ്, ഹെറോഫാൻറ്റ് എന്ന് പറഞ്ഞാൽ മാരേജ് ആണ്. അപ്പോൾ വിവാഹം കൊണ്ട് പണം കിട്ടിയ ഒരാളാണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ സ്ത്രീയോ പുരുഷനോ ആയാലും ഇവരധികം പൈസ ഇല്ലാതിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു വിവാഹം നിങ്ങളുടെ പേഴ്സണിൻ്റെ അച്ഛനെ വിവാഹം കഴിച്ചപ്പോൾ അമ്മയ്ക്ക് പൈസ കിട്ടി, അല്ലെങ്കിൽ അമ്മയെ വിവാഹം കഴിച്ചപ്പോൾ അച്ഛന് പൈസ കിട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക, പണത്തിൽ കൂടി കല്യാണത്തിൽ കൂടി പണം കിട്ടിയ, വളരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോയ ഒരാളാണിത് കേട്ടോ. ഒരു ഹെർമിറ്റാണ്, വളരെ സീക്രട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, വളരെ വളരെ സീക്രട്ട്. ഇതൊരു വെർഗോ എനർജിയാണ്, വെർഗോയും ടോറസുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ സോഡിയാക് സൈൻ വെർഗോ ആയിരിക്കാം, ആവണമെന്നില്ല. ടോറസ് ആയിരിക്കാം, ആവണമെന്നില്ല. പക്ഷേ ആ പേഴ്സണാണ് വട്ടമുടക്കി നിങ്ങളുടെ ഒരു തരത്തിലും സക്സസ്ഫുൾ ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് വട്ടമുടക്കി നിൽക്കുന്നത്. പക്ഷേ ഒരു അപ്പോളജി നിങ്ങളുടെ വീട്ടുകാർക്ക് പോകുന്നുണ്ട്. കാരണം ഒരു അയ്യോ ശരിയായില്ല ഞാൻ ചെയ്തതല്ലേ എന്നൊരു ചിന്ത, മനസ്സിലാവണ്ടോ? എന്താണ് ഇവിടെ ഔട്ട്കം, എന്താണ് വരാൻ പോകുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്? ഇവർ അപ്പോളജി ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആക്ച്വലി ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? കണ്ടോ, തെറിച്ച് പോണു കാച്ചി. ഇത് കൈയുടെ കുഴപ്പമാണ്. കുറച്ച് ദിവസമായി ഇതിങ്ങനെ മടങ്ങില്ല, അതുണ്ടാവും. ആവോ നല്ല വേദനയാണ്. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ട്രിഗർ ഫിംഗർ എന്നാണ് എന്ത് പറയും സാറിന്. ആവോ. ടെമ്പറൻസ്, ഒരു ബാലൻസ് കൊണ്ടുവരും, ബാലൻസ് വരുമുണ്ട്. അവർ ഇപ്പം നിങ്ങളുടെ വീട്ടുകാർ തമ്മിൽ ഭയങ്കര ബഹളത്തിലാണെങ്കിൽ ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരും, ഒരു സമാധാനം, സന്ധി, സംഭാഷണം, ഒരു ബാലൻസ് കൊണ്ടുവരിക. വെറുതെ രണ്ട് വീട്ടുകാരായിട്ട് എതിർത്തിരുന്നിട്ട് കാര്യമില്ല, ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, ക്ഷമ ചോദിച്ചിട്ട് ഒരു സെറ്റിൽമെൻറ്റ് കൊണ്ടുവരാനാണ് ആഗ്രഹം. പക്ഷെ അവിടെ വിവാഹം നടക്കുമെന്ന് നോക്കാം നമുക്ക്. 9 of Pentacles, 10 of Swords. ഇവിടെ വിവാഹമൊന്നും നടക്കില്ല കേട്ടോ. വഴക്ക് ഒഴിവായി കിട്ടും, പക്ഷേ ഇവിടെ ഒരു വിവാഹം പോസിബിൾ അല്ല. നിങ്ങളും ഈ പേഴ്സൺ ഒരു തരത്തിലും അവരുടെ മകനെയോ മകളെയോ ഫ്രണ്ട് ആരോ ആയിക്കോട്ടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് സമ്മതിക്കില്ല. സിമ്പിൾ ആയി ദാറ്റ്. എൻഡാവും ഇതിൻ്റെ കേട്ടോ. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല. അപ്പോളജി വരും, നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും, അല്ലെങ്കിൽ ആരോടാണോ അവർ ചൂടായത് അവർക്ക് അപ്പോളജി വരും ആ പേഴ്സണ്. പക്ഷെ ഇവിടെ കല്യാണം നടക്കില്ല. മിക്കവാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന ഇയാൾ കല്യാണം കഴിക്കാണ്ട് നിന്ന് പോകും. ഇവിടെ ഒരു 9 of Pentacles ആണ് കാണിക്കുന്നത്. സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു എനർജിയാണിത് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ സ്വത്തും പണമൊക്കെ ഉള്ള ആരോ ഒരാളാണ്. പക്ഷെ ആ പേഴ്സൺ മിക്കവാറും നിന്ന് പോകത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ അവരും വാശിക്കാരായിരിക്കുമല്ലോ, നിങ്ങളെ വാശി അവരും വാശി. എന്നുവെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളും വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഇത് രണ്ടുപേരും വിവാഹം കഴിക്കാതെ നിൽക്കാനാണ് പ്ലാൻ. അതാണ് പോസിബിലിറ്റി. ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് ഇവിടെ. ഒരു തരത്തിലും സമ്മതിക്കില്ല അവർ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, വെർഗോ, ടോറസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, Taurus, Virgo, Capricorn, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Pisces, Gemini, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസ് ഒക്കെ ഓർക്കുക കേട്ടോ. ഇനി ഞാൻ പോകുന്നത് പിങ്കിൻ്റെ റീഡിങ്ങിലേക്കാണ്. പിങ്ക് കേട്ടോ. പിങ്ക് സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഫൈനൽ റീഡിംഗ് ആണ് ഈ റീഡിങ്ങിലെ. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം.
നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ലാസ്റ്റ് റീഡിങ്ങിൻ്റെ ഓം ദ യൂണിവേഴ്സൽ സൗണ്ട്. അപ്പോൾ ഇവിടെ സ്പിരിച്വൽ ഗ്രോത്ത് കുറവാണ്. ഫോക്കസ് ഓൺ നർച്ചറിങ് യുവർ ക്രൗൺ ചക്ര ടു അറ്റൈൻ എ സെൻസ് ഓഫ് ഇറ്റേണിറ്റി ഇൻ യുവർ ലൈഫ്. അപ്പോൾ സമാധാനത്തിനും ഒരു ദീർഘമായ ലൈഫിനും വേണ്ടിയിട്ട് ഈ ഓം എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സൗണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ക്രൗൺ ചക്ര ബ്ലോക്ക്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കുറേ സമയം ഓം പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പറ്റാറില്ല, ഇടയ്ക്ക് വെച്ച് ശ്വാസം നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓം പറയണം, നിങ്ങളുടെ ക്രൗൺ ചക്ര തുറക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ജിപ്സി ഓറക്കിൾ മെസ്സേജ് നോക്കാം നമുക്ക്. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്? ഓക്കെ, ഒരു കാർഡാണ് വന്നിരിക്കുന്നത്, പ്ലഷർ സീക്കേഴ്സ്. പ്ലഷർ സീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മുതലെടുത്ത് ജീവിക്കുന്ന കുറച്ച് പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട്. അത് ഏത് റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവരുടെ ജോലി നിങ്ങളുടെ തലയിൽ വെച്ച് അവർ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഓഫീസിൽ ജോലിയാണെങ്കിൽ, അതല്ലെങ്കിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ പാരൻസിൻ്റെ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന കുട്ടികൾ, ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇത്രയും പ്രായമായിട്ടും അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ജീവിക്കുന്ന, അവരുടെ കൂടെ തന്നെ അവരുടെ ചിലവിൽ ഇപ്പോഴും ജീവിക്കുന്ന പ്രായമായ മക്കൾ ആവാം. ഭാര്യയുടെ മീൻസ് ഒരു കാര്യം ചെയ്യാതെ ഭാര്യയുടെ കീഴിൽ ജീവിക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതെ അവരെ അടിച്ചമർത്തി ഭർത്താവിൻ്റെ ചിലവിൽ ജീവിക്കുന്ന ഭാര്യ. എല്ലാവരും ഈക്വൽ ആയിരിക്കണം. നമ്മൾ ഒരാളെ പിഴിഞ്ഞ് ജീവിക്കുമ്പോഴാണ് പ്രശ്നമുണ്ട്. അപ്പോൾ പ്ലഷർ സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെയോ ഉണ്ട്. ഈ ദുബായിൽ പോയി വരുന്നവർ, ദുബായിന്നല്ല പൊതുവെ ഫോറിനിൽ പോയി വരുന്നവർ മിക്കവരുടെയും കഥകൾ കേൾക്കാറുണ്ട്. അവർ മിക്കവാറും പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് അയക്കും പൈസകൾ മുഴുവനും. അവരധികം എടുക്കാറില്ല എന്നാണ് പറയുന്നത്, കേട്ടിട്ടില്ല. തിരിച്ചു വരുമ്പോൾ അവർക്കൊന്നും ഉണ്ടാവില്ല. അവർ കല്യാണം കഴിച്ചാണെങ്കിൽ ഭാര്യയും മക്കളും അവരും വഴിയാധാരമാവും, വീട് പോലും ഉണ്ടാവില്ല. ചിലർക്ക് അങ്ങനെ പറ്റും. അപ്പോൾ മറ്റുള്ളവരെ പിഴിഞ്ഞ് ജീവിക്കുന്ന ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, മനസ്സിലാവുണ്ടോ? അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്രൗൺ ചക്ര നിങ്ങൾ ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളെ പിഴിഞ്ഞ് മറ്റുള്ളവർ ജീവിക്കുന്നത്? പല കാര്യം, കർമ്മഫലമാവാം. അപ്പോൾ അതിനാണ് ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും എന്നോട് എല്ലാവരും തെറ്റി, നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ചിലപ്പോൾ അത് കർമ്മഫലമായിരിക്കും. നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, ഇവരോടല്ല, വേറെ ഏതെങ്കിലും ആരോടെങ്കിലും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊക്കെ ചിന്തിക്കുക. അതുകൊണ്ടാണ് ക്രൗൺ ചക്ര നമ്മുടെ മനസ്സ് തുറക്കുക. നമ്മൾ തന്നെ നമ്മളിൽ നിന്ന് ഒളിച്ചോടുന്ന എന്തിനാ, അല്ലേ? അത് പാടില്ല. നമ്മൾക്ക് തന്നെ ഒരു ബോധം വേണം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലാണ്, ഞാൻ ഇതാണ്, എനിക്കറിയാം ഞാൻ എന്താണ്. അത് ആ ഒരു അറിവ് നമുക്ക് വേണം. നമ്മളത് അറിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് നമ്മളോട് തന്നെ ഭാവിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ. അപ്പോൾ ഇത്രയും പറയുന്നത് വെറുതെ തല തിന്നുന്നല്ലേ. സോറി, റീഡിങ് എടുക്ക് ആരോടിനോ പറയുന്നുണ്ടാവും. ഫൈനൽ റീഡിംഗ് ആണ്. ടാരോയിലേക്ക് പോവാണ്. നിങ്ങളെ ഒരു ക്ഷമ യാചനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി കണ്ടോ, കയ്യിൽ തെറിച്ചു പോകണുണ്ടോ? ഓവറോൾ എനർജി എന്താണ്? ഇത് ഭയങ്കര വേദന എടുക്കും. അപ്പോൾ പെട്ടെന്ന് ട്രിഗർ ടക്കെന്ന് വിട്ടുകളാണ്, പോപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓറക്കൽ മെസ്സേജ് ഓവറോൾ എനർജി 3 കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി, ഈ പേഴ്സൺ ഒരു ന്യൂ പ്രോജക്റ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്തോ ഒരു പുതിയൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇമോഷണലി ഇമ്മച്വേർഡ് ആണ്. ഒരു അപ്പോളജി പ്രതീക്ഷിക്കേണ്ട. നെഗറ്റീവ്, ഈ പേഴ്സൺ അപ്പോളജി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റാർ. അപ്പോൾ സ്വയം ഞാനൊരു സ്റ്റാറാണ് എന്ന് വിചാരിക്കുന്ന വളരെ ഈഗോ ഉള്ള ഒരാളാണ്.
ഞാൻ ഒരു ഫിലിം കണ്ടു, ഒരു ഹിന്ദി ഫിലിം, മഹാരാജ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയ ഫിലിമാണ്, അത്ര വലിയ പഴക്കമൊന്നും ഇല്ല എന്ന് തോന്നി. ഈ വർഷം എടുത്താണോ അറിയില്ല. നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആൾ ദൈവം ആണ് ആ പേഴ്സൺ. അപ്പോൾ ആ പേഴ്സൺ കോടതിയിൽ വരേണ്ടവർ, അതിന് കുറേ കഥകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കോടതിയിൽ വരുമ്പോൾ ആ പേഴ്സൺ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവസാനം ആൾക്കാരെ ഏറ്റു പറയും. അവരാരും മീൻസ് പറയാതിരിക്കും പേടിച്ചിട്ട്. ദൈവപുരുഷനാണെന്നാണ് വിശ്വാസം. അപ്പോൾ അവസാനം ഈ പേഴ്സൺ കോടതിയിൽ വരുമ്പോൾ ആ പേഴ്സണോട് പറയും, ഇങ്ങനെ ഭഗവത്ഗീതയിൽ തൊട്ട് സത്യം ചെയ്യണം, ഞാൻ നുണ പറയില്ല എന്ന്. അപ്പോൾ ആ പേഴ്സൺ പറയാം, ഞാൻ സത്യം പറയില്ല, ഞാൻ പറയുന്നതാണ് സത്യം. മനസ്സിലാവണം? അതാണ് ഈഗോയുടെ ഹൈറ്റാണ്. അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ദൈവമായിട്ട് മാറുകയാണ്, നമ്മൾ തന്നെ വിശ്വസിക്കുന്നതാണത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അത്രയും എക്സ്ട്രീമിലേക്ക് പോകണ്ട, എന്നാലും ഞാൻ ആരൊക്കെയോ ആണ്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ക്ഷമ പറയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണിത്. ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ഏസ് ഓഫ് വോൺസ് ക്ലാരിഫൈ ചെയ്യുമ്പോൾ ടോറസ് ഇല്ല. ഞാൻ ടവർ കണ്ടു. എന്താണ് ടവർ ഇവിടെ വന്നത്? ടവർ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. എന്തായാലും ചാരിയറ്റാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ഏസ് ഓഫ് വോൺസ് പുതിയൊരു പ്രോജക്റ്റിലേക്ക് വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ ലൈഫ് തന്നെ അങ്ങോട്ട് മാറും. അപ്പോൾ ലൈഫ് ചേഞ്ചിങ് ഒരു കാര്യത്തിലേക്കാണ് ഈ പേഴ്സൺ പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ അപ്പോളജിയുടെ ആവശ്യമൊന്നും ഉണ്ടില്ല, അത് ഓർക്കൊന്നും ഉണ്ടാവില്ല. മനസ്സിലായി? ഇങ്ങനെ ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ട്, അവരോട് സീക്രട്ടാണ്. അപ്പോൾ സീക്രറ്റ്സ്, പിന്നെ 4 ഓഫ് കപ്സ് പാസ്റ്റാണ്. പാസ്റ്റുള്ള സീക്രറ്റ്സ് ആണ് ഈ പേഴ്സൺ. അത് മറക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ മറന്നെന്ന് നടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ റിജക്റ്റ് ചെയ്യണം ഒരു ഓഫർ, ഒരു സോറി പറയണം, പക്ഷെ അത് റിജക്റ്റ് ചെയ്യണം മനസ്സുകൊണ്ട്. ഞാൻ സോറി പറയില്ല എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് മിക്കവർക്കും അറിയില്ല. നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായ കാര്യം മിക്കവർക്കും അറിയുന്നത് സീക്രട്ടാണ്. അപ്പോൾ പബ്ലിക്കലി ഒരു സോറി അപ്പോളജി ഇവിടെ പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ്. സ്റ്റാർ കാർഡിന് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് പബ്ലിക്കിൻ്റെ മുമ്പിലുള്ള എൻ്റെ ഇമേജ് പോകും. മനസ്സിലായോ? പുറത്തൊന്ന് അകത്തൊന്ന് സ്വഭാവമുള്ള 2 തരം പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണിത്. പുറമെ ആൾക്കാരെ കാണിക്കുന്ന പ്രശസ്തിക്കും പേരിനും വേണ്ടി ആൾക്കാരെ കാണിക്കാൻ ഒരു മുഖം, പിന്നെ സ്വയം അറിയുന്ന വേറൊരു മുഖം. അതാണ് ഈ പേഴ്സൺ. നിങ്ങൾ പ്രശ്നമുള്ള ഈ പേഴ്സൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇത് ആരുമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ മാനേജർ ആവാം, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ ഇപ്പോൾ ചിലപ്പം ഈ പണ്ടത്തെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ സിംഗേഴ്സ് ഉണ്ടാവുമല്ലോ, ഫേമസ് സിംഗേഴ്സ്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, ഇന്ത്യൻ ആണോ പുറത്തുള്ള അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ആ പേഴ്സൺ അവരുടെ കൂടെയുള്ള ഓർക്കസ്ട്രയുടെ ആൾക്കാർ അവരോടൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്. ഭയങ്കര റൂഡായിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് പബ്ലിക്കലി ചീത്തയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ സ്വഭാവമുള്ള ആരോ ഒരാളാണോ, ചിലപ്പോൾ വലിയ സ്റ്റാറാണ് കാണിക്കുന്നത്. അപ്പോൾ സിനിമാ നടനോ സിനിമാ നടിയോ, നാടക നടിയോ, അല്ലെങ്കിൽ സീരിയൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ പാട്ടുകാർ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ആൾ, അത് ദൈവസംബന്ധ. അപ്പോൾ അതിൽ അഹങ്കരിക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ വല്ലതും ആണോ നിങ്ങളായിട്ടുള്ള കണക്ഷൻ? അറിയില്ല. എന്തായാലും നോക്കാം. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് അവർ അറിയുന്നുണ്ടോ? ഇതായിട്ട് നിങ്ങളിത് ഓർക്കുന്നുണ്ടെന്ന് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ അതിൽ ആ പേഴ്സൻ്റെ സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു എനർജിയാണ്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ലെന്ന് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഓർമ്മയുണ്ട് ഈ പ്രശ്നം. മനസ്സിലായി? ഇതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ സോറി പറയാം എന്ന് മനസ്സിൽ 100 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഇതങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉള്ളൊരു എനർജിയാണിത്. മനസ്സിലായോ? പിന്നെ സൺ കാർഡ് ഒരു ക്ലാരിറ്റി, എന്താ ബ്രൈറ്റ്നെസ്. ഇതൊരു ചെയ്തത് തെറ്റായി പോയി എന്നൊരു ചിന്ത ഈ പേഴ്സണിൻ്റെ മനസ്സിൽ കാട് കയറുന്നുണ്ട് ചിന്തിച്ച്. അത് സീക്രട്ടായിട്ടാണ്, പക്ഷെ പുറമെ കാണിക്കുന്നില്ല ഈ പേഴ്സൺ.
പക്ഷേ ആക്ഷൻ ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൂരെ നിന്ന് നിങ്ങളുടെ റിയാക്ഷൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഈ പേഴ്സണോട് പെരുമാറുന്നത്, ഇതൊക്കെയാണ് ഈ പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് കാര്യം മനസ്സിലായി, ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊരു ബോധം വന്നിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഏസ് ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ വേറെ വഴിക്ക് എന്തെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ നിങ്ങളെ പൈസ തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ചില ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് തന്നിട്ട് ഒഴിവാക്കാൻ പറ്റുമോ ഈ സിറ്റുവേഷൻ എന്ന്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ കൊണ്ട് ഗുണമുള്ളതാണ്, നിങ്ങളുമായിട്ട് എപ്പോഴും മീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണം, എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ഈഗോ ഉള്ള ആളാണ്. അപ്പോൾ എൻ്റെ കീഴിൽ നിന്നാണ് ഈ പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നത്, എൻ്റെ കീഴിൽ എന്നാണ്. കാരണം അതുകൊണ്ടാണ് 5 ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായ ആളുകളാണ് നിങ്ങളൊക്കെ, ഈ പേഴ്സൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ഞാൻ എങ്ങനെ, എൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരാളോട് ഞാൻ എങ്ങനെ അപ്പോളജൈസ് ചെയ്യും? അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ അപ്പോളജൈസ് ചെയ്യാണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല, മുമ്പോട്ട് പോവില്ല കാര്യങ്ങൾ എന്നറിയാം. അപ്പോളജൈസ് ചെയ്യേണ്ടത് മസ്റ്റ് ആണെന്നറിയാം. പക്ഷേ അപ്പോളജൈസ് ചെയ്താൽ വില പോകുമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ അപ്പോളജൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഡിസിഷൻ എടുത്തിട്ടില്ല ഈ പേഴ്സൺ, ഇപ്പോഴും അൺഡിസൈഡഡ് ആണ്. അതിൻ്റെ ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണിത്. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? അതാണ് നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ റിഗ്രറ്റ് ഉണ്ട്. ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യരുതായിരുന്നു. അയ്യോ, റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള വിഷമം കൊണ്ടല്ല, അയ്യോ കഷ്ടമായി, ആ ഒരു റിഗ്രറ്റ് അല്ല. ഇതിപ്പോൾ എന്നെ കൊണ്ട് നിർത്തിയേക്കുന്ന എവിടെയാണ്, ഞാനിപ്പോൾ ഇങ്ങനെ ഒരാളോട് ഞാൻ അപ്പോളജൈസ് ചെയ്യണമല്ലോ എന്ന ചിന്ത കൊണ്ടുള്ള റിഗ്രറ്റാണ്. ഡിസപ്പോയിൻറ്റ്, സ്വയമുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ്. ഞാൻ എന്ത് പണിയാണ് ചെയ്തത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പൾസീവായിട്ടും റൂഡായിട്ടും പെരുമാറുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പം നെക്സ്റ്റ് ആക്ഷൻ റിഗ്രറ്റാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്. അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വഴിയുണ്ട്. പക്ഷേ ഇത് ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, തൽക്കാലത്തേക്ക് ഒരു സൊല്യൂഷൻ. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു പൈപ്പ് പൊട്ടിയെന്ന് വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യുക, ഒരു എംസിയിൽ വെച്ച് ഒട്ടിക്കും, അങ്ങനെ അല്ലാണ്ട് റിപ്പയർ ചെയ്തത് ആ സ്ഥലം മുറിച്ച് മാറ്റിയിട്ട് വേറെ പൈപ്പ് വെച്ച് അത് ഫിറ്റ് ചെയ്ത് സീൽ ചെയ്ത് അത് ചെയ്യുന്നില്ല. വെറുതെ നമ്മൾ ആ മുറിവ് ഒന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതാണ് ഈ പേഴ്സൺ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. റിഗ്രറ്റ് കൊണ്ടാണ്, എന്നായതുകൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു ഷോർട്ട് ടേം എന്തോ ഒരു സിറ്റുവേഷൻ നോക്കാൻ പോകും. വേൾഡ് ഇത് ആലോചിക്കുന്നുണ്ട്, നിങ്ങളുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയണമെന്ന്. ഡെത്ത്, എൻഡ്, ഇത് രണ്ടും എൻഡാണ് കാണിക്കുന്നത് മനസ്സിലായി. പക്ഷേ അത് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര കേപ്പബിളായ ഒരാളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന കാര്യം, ഓരോ കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ അന്നുള്ള ഐറ്റിനറി എന്ന് പറയും, ആ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങളെ കൂടെ നിങ്ങൾ ഭയങ്കര നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ട് ഒരു രക്ഷയില്ല, നിങ്ങളെ പറഞ്ഞു വിടാൻ പറ്റില്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു വിട്ടാൽ. പക്ഷേ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ പേഴ്സണ് പോകണമെന്നുണ്ട്. പക്ഷെ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ടും നിങ്ങളെ എങ്ങനെയെങ്കിലും ഒരു ഓഫർ തന്ന് ഒതുക്കണം എന്നാണ് പ്ലാൻ. അപ്പോൾ നിങ്ങളൊന്ന് ഫൂളാക്കാം. ഞാനിപ്പോൾ തൽക്കാലം സ്വകാര്യമായിട്ടൊരു സോറി പറയുക, അല്ലെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ച് തരിക, അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്ക് തരിക, ഇതൊക്കെയാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എന്നാലും ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ എനിക്ക്. അപ്പോൾ എന്തോ ഒരു ഈഗോ ഉള്ള ഒരാളാണെന്ന് നോക്കുക, മറ്റുള്ളവരുടെ ഫീലിങ്സിന് ഒരു വിലയും തരാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങളെ ഫൂളാക്കണം, അതിലൊരു ഗിൽറ്റും തോന്നാത്ത, അത്യാവശ്യത്തിന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തതൊന്ന് സോൾവ് ചെയ്യണം. ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം 24 hours കോൺടാക്റ്റിലിരിക്കേണ്ട 2 പേരായിരിക്കാം ഇത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ഷമാപണം അത്യാവശ്യമാണ്. പക്ഷേ ഈ പേഴ്സൺ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ക്ഷമ ചോദിക്കാതെ തന്നെ ചിലപ്പോൾ സീക്രട്ടായിട്ട് നിലം പറയുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാനുള്ള പ്ലാൻ ആയിരിക്കും. എന്നാലും ഈ പേഴ്സൺ സ്വയം ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഞാനൊരു മണ്ടത്തരം കാണിച്ചു, അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത്, ഞാൻ എന്നെക്കാളും താഴെയുള്ള ഒരാളോട് അപ്പോളജി ചെയ്യേണ്ടി വരുന്നത് എന്നൊരു ചിന്ത ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇതിൻ്റെ ഔട്ട്കം? നിങ്ങളോട് ഇപ്പോൾ ഈ പേഴ്സൺ വന്ന് സോറി ഇങ്ങനെ പറഞ്ഞാൽ ഇനി എന്താ നടക്കാൻ പോകുന്നത് നമുക്കത് നോക്കാം. ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഈ പേഴ്സൺ വന്ന് ഇങ്ങനെ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കുക? സെൽഫ് വർത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് വർത്ത് അറിയാം, മനസ്സിലാവണ്ടോ? അപ്പോൾ നിങ്ങൾ വകവയ്ക്കില്ല, അത് പോരാ എന്ന് പറയും. ഇത് പോരാ, ഇങ്ങനെയല്ല, എനിക്ക് അപ്പോളജി ഇങ്ങനെയല്ല വേണ്ടത്, ഞാൻ ഇതിലൊന്നും ക്ഷമിക്കില്ല. നിങ്ങളൊരു എംപ്രസ്സാണ്. നിങ്ങളുടെ മനസ്സിൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും ചിലപ്പോൾ ചെറിയ പൊസിഷനിൽ ഇരുന്നിട്ട് വളർന്ന് വരുന്നവരായിരിക്കാം.
അങ്ങനെയുള്ളവർക്ക് സക്സസ്ഫുൾ, അവർ ഹാർഡ് വർക്ക് കൊണ്ട് മുകളിലെത്തുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ വില അറിയാം. കാരണം ഞാനിവിടെ വെറുതെ വല്ലവരും വെച്ച് നീട്ടിയ എൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ മീൻസ് എൻ്റെ വീട്ടുകാരെ അറിഞ്ഞിട്ടോ ഒന്നും റെക്കമെൻഡേഷന് കിട്ടിയതല്ല എനിക്ക് ജോലി. ഞാൻ ചെറിയ ജോലിയിൽ നിന്ന് തുടങ്ങി മുകളിൽ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ മുകളിൽ പ്രൊമോഷൻ കിട്ടി പോകുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വില അറിയാം, എൻ്റെ ഹാർഡ് വർക്ക്, ഞാൻ എന്താണ്, എൻ്റെ കേപ്പബിലിറ്റി എന്താണെന്ന് എനിക്കറിയാം. അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ ഒരു പരിപാടിയൊന്നും നിങ്ങളുടെ അടുത്ത് നടക്കില്ല. ഇതൊരു കോൺഫ്രണ്ടേഷനിലേക്ക് പോകും. നിങ്ങൾ വിട്ടുകൊടുക്കില്ല ഒരു തരത്തിലും. ഇവിടെ ഒരു വലിയൊരു ബഹളം ഉണ്ടാവും കേട്ടോ. അതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ സ്വരമയോടെ പോകും. പക്ഷേ ആ പേഴ്സണ് നിങ്ങളുടെ വില, മറ്റുള്ളവർക്കും വിലയുണ്ടെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുമെന്നാണ് കാണിക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു അടിയിലാണ് വരാൻ പോകുന്നത്. അടിപ്പിടി ഉണ്ടാവുക. Aries, Leo, Sagittarius, Taurus, Libra, Taurus, Virgo, Capricorn, Aquarius, Aries, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Leo, Aquarius, Scorpio, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Leo, Aquarius, Scorpio, Cancer, Pisces, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Scorpio. അതാണ് പ്ലെഷർ സീക്കേഴ്സിന് ഇവിടെ കണ്ടത്. ഓക്കെ, പൈസീസ്, ലിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വാരിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്